നമസ്കാരം, സ്വാഗതം. വാർത്തകളിലേക്ക് നോക്കാം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ആദ്യം. നിലമ്പൂർ നഗരസഭയുടെ പരിസ്ഥിതി വാരാചരണ പരിപാടികൾക്ക് സമാപനം. സമാപന ചടങ്ങിന്റെ ഭാഗമായി ഖരമാലിന്യ പരിപാലന ചട്ടം നല്ല 4 വർത്തമാനം പരിപാടി സംഘടിപ്പിച്ചു. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാൻ 1 മാസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനൊരുങ്ങി നിലമ്പൂർ പോലീസ്. ആലോചനാ യോഗം നിലമ്പൂരിൽ ചേർന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട മമ്പാട് സ്വദേശിയെ ജയിലിലടച്ചു. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അപകടം. കാൽനട യാത്രക്കാരൻ വാഹനമിടിച്ച് മരിച്ചു. സംഭവം ഇന്ന് രാവിലെയാണ് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ശനിയാഴ്ച ക്യാമ്പ് നടത്തുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജുമായി സഹകരിച്ച്. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നെഞ്ചിലേറ്റി നിലമ്പൂരും. മേളയെ വരവേറ്റ് നിലമ്പൂരിൽ റാലി സംഘടിപ്പിച്ച് ആരാധകർ. വാർത്തകൾ നോക്കാം വിശദമായി. നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന പരിസ്ഥിതി വാരാചരണ പരിപാടികൾക്ക് സമാപനമായി. സമാപന ചടങ്ങിന്റെ ഭാഗമായി ഖരമാലിന്യ പരിപാലന ചട്ടം നല്ല 4 വർത്തമാനം പരിപാടി സംഘടിപ്പിച്ചു. കനോളി പ്ലോട്ട് ഓഡിറ്റോറിയത്തിൽ PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം നിർവഹിച്ചു. മുമ്പൊന്നുമില്ലാത്ത വിധം അസുഖങ്ങളും പകർച്ചവ്യാധികളും പല പുതിയ പേരുകളും ഷിഗല്ല, നിപ്പ തുടങ്ങി നമുക്ക് മുമ്പ് കേൾക്കാത്ത പല പേരുകളൊക്കെ കേൾക്കുക. നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുപാടും ശരിയാക്കണം. ആ ശരിയാക്കുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നുള്ള മാലിന്യമല്ല അടുത്ത വീട്ടിലിടുക. നമ്മൾ അതിൽ നിന്ന് അപ്പുറത്തിടാതിൻ്റെ നമ്മളെ കൾച്ചറുകൾ മുമ്പുണ്ടായിരുന്നത്. അപ്പം അതും പറ്റില്ല. കാരണം അതന്നെ നമുക്ക് അപകടമാകുന്ന ചുറ്റുപാടിലാണല്ലോ. ഈ കാര്യത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് വളരെ മന്ദഗതിയിലാണ് ഈ സംഗതികൾ നടക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം ബാധ്യതയാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാൻ നമ്മുടെ മനോഭാവത്തിൽ ഇനിയും മാറ്റം വരേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നോർത്ത് DFO ധനേഷ് കുമാർ, ശുചിത്വ അംബാസിഡർ RK മലയത്ത്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മുസ്തഫ കളത്തുംപിടിക്കൽ, മേരീസ് ഷിബു, സ്മിതമോൾ, കൗൺസിലർമാരായ അടുക്കത്ത് ഇസാഖ്, AT ഫ്രാൻസിസ്, റസിയ അള്ളമ്പാടം, PT കുഞ്ഞുമുഹമ്മദ്, PK ഉമ്മർ, ശാലിനി, വിജയലക്ഷ്മി, ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലിൽ, HI സലീം, JHI വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ വിപുലമാക്കാൻ ഒരുങ്ങി നിലമ്പൂർ പോലീസ്. 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്നത്. ലഹരിക്കെതിരെ നിലമ്പൂർ ഒന്നിക്കുന്നു എന്ന പേരിൽ ആലോചനാ യോഗം നിലമ്പൂരിൽ സംഘടിപ്പിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് യോഗം വിളിച്ചു ചേർത്തത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികൾ, സന്നദ്ധ സംഘടനകൾ, ഉന്നതികളിലെ പ്രൊമോട്ടർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ലഹരിയുടെ വേരറുക്കുന്നതിനായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി യോഗത്തിൽ വിശദീകരിച്ചു. മേഖലയിൽ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നതിന് പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചു. നിലമ്പൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കർശന നടപടികളുമായി നിലമ്പൂർ പോലീസ്. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട മമ്പാട് ഒടായിക്കൽ സ്വദേശി മേത്തലയിൽ സുഹൈബിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിലടച്ചു. ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിൽ 0.4 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. രാസലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സുഹൈബിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മെത്താഫിറ്റാമിനും ഹാഷിഷ് ഓയിലും പിടികൂടിയിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും ലഹരി വിൽപ്പന നടത്തിവരവെ 42 ഗ്രാം MDMAയുമായി മഞ്ചേരി പോലീസിന്റെ പിടിയിലായി. 2 ആഴ്ച മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് പ്രതിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. നിരവധി മണൽ കടത്ത് കേസുകളിലും പ്രതിയാണ് സുഹൈബ്. ഇയാളെ വിയ്യൂർ ജയിലിലേക്ക് അയച്ചു. ഇൻസ്പെക്ടർ BS ബിനു, SI CP ജാബിർ, ASI സുനിത, CPO ജിതിൻ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, T നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
മമ്പാട് വില്ലേജ് പരിധിയിൽ നെടുഞ്ചേരി മലവാരത്തിൽ വിള്ളൽ കണ്ടതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. വനം വകുപ്പ് വിവരമറിയിച്ചതിനെ തുടർന്നാണ് മമ്പാട് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി, വാർഡ് മെമ്പർമാരായ രജീഷ്, രാജേഷ് വീട്ടിക്കുന്ന്, ജില്ലാ ജിയോളജിസ്റ്റ് PK റീന നാരായണൻ, V അമൃത, ഓഫീസർമാരായ അജിൽ പ്രകാശ്, പ്രവീൺ കുര്യൻ തോമസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുരേഷ്, SFO ശരത് ബാബു, വാച്ചർമാരായ മനു കുമാർ, വബിൻ, പ്രദേശവാസി ബിജി കെടുമ്പൻപുരയിടം എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നിലവിൽ സ്ഥിതി ഗുരുതരമാണെന്നും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. മലയടിവാരത്ത് താമസിക്കുന്നവരെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യം പഞ്ചായത്ത് ഒരുക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാൽനട യാത്രക്കാരൻ വാഹനം ഇടിച്ചു മരിച്ചു. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് ഇന്ന് രാവിലെയാണ് സംഭവം. ചെറുവത്തൂന്ന് സ്വദേശി കറളിക്കാട്ടിൽ മജീദാണ് മരിച്ചത്. രാവിലെ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പച്ചക്കറിയുമായി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു. മൃതദേഹം തുടർ നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറിയം ആണ് ഭാര്യ. നാജിയ, ജിഷാദ്, നാഫിയ, ജിയാദ് എന്നിവർ മക്കളാണ്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തും പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജും സംയുക്തമായി വണ്ടൂരിൽ ആരോഗ്യ സ്പർശം എന്ന പേരിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വണ്ടൂർ CN ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. ജൂൺ 13 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ക്യാമ്പ് ആരംഭിക്കും. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്കായി 13ഓളം പ്രമുഖ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരമായ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരിക്കും. പരിശോധനയ്ക്കെത്തുന്നവരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർക്ക് ആവശ്യമായ 3 ദിവസത്തെ മരുന്നുകൾ തികച്ചും സൗജന്യമായി വിതരണം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ പറഞ്ഞു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ പൊതുജനങ്ങളും ഈ മികച്ച അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ആരോഗ്യ സ്പർശം മഹാ മെഡിക്കൽ ക്യാമ്പ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തും പെരിന്തൽമണ്ണ NIMS MES മെഡിക്കൽ കോളേജും സംയുക്തമായി ജൂൺ 13-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് CN ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ AP അനിൽകുമാർ റവന്യൂ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. 13ഓളം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമാണ് അവിടെ ലഭിക്കുക. വണ്ടൂർ പഞ്ചായത്തിൻ്റെ മുഴുവൻ ആൾക്കാരും ആ സേവനം പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീന സിയാദ്, സ്ഥിരസമിതി അധ്യക്ഷരായ നിഷ K മാധവൻ, ഷാഹുൽ ഹമീദ്, പഞ്ചായത്ത് അംഗം KV സിന്ധു എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം നെഞ്ചിലേറ്റി നിലമ്പൂരും. മേളയെ വരവേറ്റ് നിലമ്പൂരിൽ റാലി സംഘടിപ്പിച്ച് ഫുട്ബോൾ ആരാധകർ. കനത്ത മഴയത്തും ആവേശം ചോരാതെ വടപുറം പാലം മുതൽ ചന്തക്കുന്ന് വരെയായിരുന്നു റാലി. ഇഷ്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞും മാർപ്പുപിടികളുമായി ആരാധകർ അണിനിരന്നപ്പോൾ കണ്ടുനിന്നവരിലും ആവേശമേറി. റാലിക്കായി എത്തിയവരിൽ കുഞ്ഞ് നെയ്മറും കുഞ്ഞു മെസ്സിയും പരസ്പരം സൗഹൃദം പങ്കുവെക്കുന്ന കാഴ്ചയും കൗതുകം. കാറുകൾ, ഇരുചക്ര വാഹനങ്ങൾ, ട്രാക്ടർ, ജീപ്പുകൾ തുടങ്ങിയ വാഹനങ്ങളിലും ആരാധകർ റാലിയിൽ പങ്കാളികളായി. മുൻ ഫുട്ബോൾ താരങ്ങളായ സാദിഖ്, സലാം, കോച്ച് M കമാലുദ്ദീൻ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാനവേദൻ സ്കൂൾ, യുണൈറ്റഡ് ഫുട്ബോൾ അക്കാദമി എന്നിവിടങ്ങളിലെ വനിതാ താരങ്ങളും റാലിയിൽ അണിനിരന്നു. PK അബ്ദുസമദ്, ഷാജഹാൻ പായിമ്പാടം തുടങ്ങിയവർ നേതൃത്വം നൽകി. മേഖലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നുള്ളവരും റാലിയിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയമ്പലം യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും 2026-28 വർഷത്തേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടത്തി. വാണിയമ്പലം വ്യാപാര ഭവനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് P മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മൾ കുടുംബസുരക്ഷാ പദ്ധതിയെ ആദ്യ കാലങ്ങളിൽ വിളിച്ചിരുന്നത് 10 ലക്ഷം പദ്ധതി എന്നായിരുന്നു. 10 ലക്ഷം പദ്ധതി അല്ല കുടുംബസുരക്ഷാ പദ്ധതി. കുടുംബസുരക്ഷാ പദ്ധതി ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും അടക്കമുള്ള നമ്മുടെ മെമ്പർമാർക്കുള്ള സംരക്ഷണം നൽകുന്നതോടൊപ്പം നിലവിൽ ഏകദേശം 20ഓളം അസുഖങ്ങൾക്ക് എല്ലാ മാസവും ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 250 പേരാണ് ഈ കാലയളവിൽ നമ്മളെ വിട്ടുപോയിട്ടുള്ളത്. ഈ 250 പേർക്ക് നമ്മൾ 25 കോടി രൂപ വിതരണം ചെയ്യുകയും അസുഖങ്ങൾക്ക് ഡയാലിസിസ്, ക്യാൻസർ, അതേപോലെ നമ്മൾ ഒരുപാട് സർജറികൾ, ഇതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉള്ള തുകകൾ നമ്മൾ വിതരണം ചെയ്ത് 4 കോടിയോളം രൂപ നമ്മൾ കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ വിതരണം ചെയ്തു. അങ്ങനെ ഏകദേശം 30 കോടിയോളം രൂപയാണ് കുടുംബസുരക്ഷാ പദ്ധതിയിൽ നമ്മൾ വിതരണം ചെയ്യാൻ നമുക്ക് സാധിച്ചത്. വാണിയമ്പലം യൂണിറ്റ് പ്രസിഡന്റ് കെ ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു. CB വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി. E. കൃഷ്ണകുമാർ, കെ ചന്ദ്രമോഹൻ, ബാബു ചോയ്സ്, PP സക്കീർ ഹുസൈൻ, ഗഫൂർ മഹാരാജ, യൂസുഫ് തെന്നാടൻ, മുജീബ് അലിസൺ തുടങ്ങിയവർ സംസാരിച്ചു. സന്തോഷ് കുമാർ അരിമ്പ്ര സ്വാഗതം പറഞ്ഞു. പുതിയ പ്രസിഡന്റായി PP സക്കീർ ഹുസൈൻ, സെക്രട്ടറിയായി സന്തോഷ് അരിമ്പ്ര, ട്രഷററായി കെ ചന്ദ്രമോഹനൻ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് അവതരണവും നടന്നു. വൈൽഡ് ഫോട്ടോഗ്രാഫർ ദാസൻ വാണിയമ്പലം, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തിരുവാലി കുടുംബാരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ച് മീമ്പാട്ടുകുന്നിൽ വെച്ചായിരുന്നു ക്യാമ്പ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സ്വപ്നൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്ന മന്നയിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ വിനീത്, 11ാം വാർഡ് മെമ്പർ M മിഥുൻ രാജ്, 9ാം വാർഡ് മെമ്പർ P സഫ്വാന ഷെറി എന്നിവർ സംസാരിച്ചു. 13ാം വാർഡ് മെമ്പർ P ഫായിസ് സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KG ജിതിൻ നന്ദിയും പറഞ്ഞു. തിരുവാലി കുടുംബാരോഗ്യ കേന്ദ്രം ഡോക്ടർ EK ഹംന ജഹാന നേതൃത്വം നൽകി. രോഗികളെ തുടർ പരിശോധനകൾക്കായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും റഫർ ചെയ്തു. ഗർഭിണികൾക്കും കുട്ടികൾക്കും അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം ഗുളികകളും വിതരണം ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ആവേശം കൂട്ടാൻ നിലമ്പൂരിൽ DYFIയുടെ ഗോൾ വണ്ടി എത്തി. പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഗോൾ മത്സരം സംഘടിപ്പിച്ചത്. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി NM ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. ദീപക് സ്വാഗതം പറഞ്ഞു. കൃത്യമായി ഗോൾ അടിച്ചവർക്ക് ആകർഷകമായ ടീഷർട്ടുകളും സമ്മാനമായി നൽകി. തുടർന്ന് പ്രവചന മത്സരവും സംഘടിപ്പിച്ചു. പ്രജിത്ത്, കിരൺദാസ് എന്നിവർ നേതൃത്വം നൽകി. ലോകകപ്പ് ആവേശം അങ്കണവാടികളിലും. നിലമ്പൂർ ചേലശ്ശേരിക്കുന്ന് ഹൈടെക് അങ്കണവാടിയിൽ ഇഷ്ട ടീമിന്റെ ജേഴ്സി അണിഞ്ഞെത്തി കുരുന്നുകൾ. കുട്ടികളുടെ ഗോളടി മത്സരം നടത്തി. അങ്കണവാടി പരിസരം വിവിധ രാജ്യങ്ങളുടെ പതാകകളാൽ അലങ്കരിച്ചു. എല്ലാവർക്കും പന്തും മധുരവും സമ്മാനമായി നൽകി. അധ്യാപിക KT സുഹറ, M ജയകുമാരി, അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗം P രേഷ്മ, വിജിഷ സുരേഷ്, ദീപ്തി നിധിൻ, അനുശ്രീ നിഖിൽ, അരുണിമ അജീഷ്, ദിവ്യ അനീഷ് എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾക്കും അമ്മമാർക്കും പകൽ വലിയ സ്ക്രീനിൽ മത്സരങ്ങൾ കാണാൻ അങ്കണവാടിയിൽ ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. 2026 ഫുട്ബോൾ ലോകകപ്പിനോടനുബന്ധിച്ച് വടപുറം ലോദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ ഫാൻസ് അസോസിയേഷനുകളെ ഉൾപ്പെടുത്തി ഫുട്ബോൾ ടീമുകൾ രൂപീകരിച്ചു. ടീമുകളിലേക്കുള്ള കളിക്കാരെ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേക താരലേലവും സംഘടിപ്പിച്ചു. ലോകകപ്പ് ആവേശം പ്രാദേശിക തലത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ രാജ്യങ്ങളുടെ ഫാൻസ് അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ച് ടീമുകൾ രൂപീകരിക്കുകയും ലേലത്തിലൂടെ ടീമുകൾ സ്വന്തമാക്കുകയും ചെയ്തു. വിവിധ ടീം മാനേജർമാരെയും തെരഞ്ഞെടുത്തു. ലേലത്തിൽ ഏറ്റവും വലിയ തുകയ്ക്ക് അൻസിൽ കണ്ണിയനെ ബ്രസീൽ ടീം സ്വന്തമാക്കി. ആവേശകരമായ ലേലത്തിൽ നിരവധി യുവതാരങ്ങൾക്കായി ടീമുകൾ തമ്മിൽ കടുത്ത മത്സരമാണ് നടന്നത്. 7 പേരടങ്ങുന്ന 8 ടീമുകളാണ് ഉള്ളത്. സോക്കർ ടർഫ് നിലമ്പൂരിൽ വെച്ച് നാളെ രാത്രി 7 മണിക്കാണ് മത്സരം. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വിജയഭേരി ക്ലാസ് ഉദ്ഘാടനവും 10ാം തരം വിദ്യാർത്ഥികളുടെ രക്ഷാകർതൃ യോഗവും നടന്നു.
PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ ആറ്റുംപുറം അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ ബെന്നി ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. ഹന്ന സിത്താര വാഹിദ് രക്ഷിതാക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർ റെജി ജോണി, PTA വൈസ് പ്രസിഡന്റ് സുകുമാരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അക്കാഡമിക് കോർഡിനേറ്റർ VJ ചാക്കോ സ്വാഗതവും CA സുഗന്ധി നന്ദിയും പറഞ്ഞു. അധ്യാപകരായ അശ്വതി, എലിസബത്ത്, ബിൻസി ജോസ്, ഷാജു ജോൺ എന്നിവർ നേതൃത്വം നൽകി.